നമസ്കാരം. കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന വ്യവസായ തൊഴിൽ സംരംഭങ്ങളിൽ ഏകദേശം 90% പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇത് ഒരു വിഭാഗത്തിൻ്റെ കണ്ടെത്തലാണ്. വനിതാ തൊഴിൽ സംരംഭകരെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമില്ല. മാത്രമല്ല, നിഷ്ക്രിയ ആസ്തികളിൽ 13% ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും സാധ്യതാ പഠനവും ഇല്ലാതെയാണ് വ്യവസായ സംരംഭ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. തൊഴിൽ സംരംഭകർക്ക് ഒട്ടും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കെട്ടിട നിർമ്മാണം അടക്കമുള്ളവ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഓഡിറ്റ് വിഭാഗം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയത്ത് ഏറ്റുമാനൂർ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 26 ലക്ഷം രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ 5 വനിതാ വ്യവസായ കേന്ദ്രങ്ങളാണ് ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ തൊഴിൽ സംരംഭകർക്കായിട്ട് 47,400 രൂപ മുതൽ മുടക്കിൽ വാങ്ങിയ തയ്യൽ മെഷീനുകൾ ജാഗ്രതാ സമിതി ഓഫീസിൽ തുരുമ്പെടുത്ത് കിടക്കുന്നു. ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 14 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ച ചെറുകിട വ്യവസായ സംരംഭക കെട്ടിടം കാട് പിടിച്ചു കിടക്കുന്നു. പാലാ ഗ്രാമപഞ്ചായത്തിൽ 2,23,686 രൂപ മുടക്കി ചിലവഴിച്ച നിർമ്മാണ പേപ്പർ യൂണിറ്റ്, പേപ്പർ തുണി ബാഗ് നിർമ്മാണത്തിനായിട്ടുള്ള 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ യന്ത്രോപകരണങ്ങൾ, 83,760 രൂപയുടെ കാറ്ററിംഗ് ഉപകരണങ്ങൾ ഇവയൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നുള്ളതാണ്. ഇനിയൊന്ന് ആര്യാട് ബ്ലോക്കിലേക്ക് പോയി 19 ലക്ഷം മുടക്കി പണിതീർത്ത കയർ കോമൺ ഫെസിലിറ്റി സെൻറ്റർ പ്രവർത്തനരഹിതമായി കിടക്കുന്നു. കോട്ടയം ജില്ലയിലെ തന്നെ മുണ്ടക്കയത്ത് 26 ലക്ഷത്തിന് വാങ്ങിയ SC/ST വനിതാ വ്യവസായ കേന്ദ്രത്തിലെ യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 4 ലക്ഷം രൂപ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിനായി മുടക്കിയ ഐമനം പഞ്ചായത്തിൽ നാളിതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാടപ്പള്ളി ബ്ലോക്കിൽ 24.50 ലക്ഷം രൂപ ചിലവിട്ട് തുടങ്ങിയ SC വനിതാ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇനി ഉദയനാപുരത്ത് 11,21,085 ലക്ഷം രൂപയാണ് നിഷ്ക്രിയ ആസ്തിയായി കിടക്കുന്നത്. ഏറ്റുമാനിലേക്ക് പോയി കഴിഞ്ഞാൽ 5 ലക്ഷം ചിലവഴിച്ച കെട്ടിടം, അതിരമ്പുഴയിൽ 9 ലക്ഷം രൂപയുടെ കെട്ടിടം, നെണ്ടൂരിൽ 5 ലക്ഷം രൂപ മുതൽ മുടക്കിയ കെട്ടിടം, ആർപ്പൂക്കരയിൽ പഞ്ചായത്തിൻ്റെ തന്നെ 5 ലക്ഷത്തിൻ്റെ വനിതാ വ്യവസായ കേന്ദ്രം. ഇങ്ങനെ കേരളത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും വനിതാ സംരംഭക കേന്ദ്രങ്ങൾ നിഷ്ക്രിയ ആസ്തിയായെന്ന് മാത്രമല്ല സംരംഭകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ 8 ലക്ഷം രൂപ മുതൽ മുടക്കി വനിതാ വ്യവസായ കേന്ദ്രം തുടങ്ങിയെങ്കിലും ഇപ്പോൾ അതും പ്രവർത്തനരഹിതമായി കിടക്കുന്നു. വികലാംഗർക്ക് മതിയായ സൗകര്യമൊരുക്കാൻ അധികൃതർ ശ്രമിക്കുന്നതിന് ഉദാഹരണമാണ് ഇതെന്ന് പറയാം. നെടുങ്കണ്ടം പഞ്ചായത്തിൽ 5 ലക്ഷം രൂപ ചിലവിട്ട് തുടങ്ങിയിട്ടുള്ള യൂണിറ്റ് അതും പൂട്ടിപ്പോയി. വടക്കാഞ്ചേരി പഞ്ചായത്തിൽ 11.70 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വനിതാ വസ്ത്രനിർമ്മാണ യൂണിറ്റ്, 4 ലക്ഷം രൂപയുടെ വനിതാ വ്യവസായ യൂണിറ്റ് ഇതെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. കുഴൽമന്ദം ബ്ലോക്കിൽ 11,62,916 രൂപ മുടക്കി നിർമ്മിച്ച SCGVA വിപണന കേന്ദ്രം അത് പൂട്ടിപ്പോകുന്നു. കൊഴിഞ്ഞമ്പാറയിൽ 3 ലക്ഷം രൂപ മുടക്കിയ വനിതാ വ്യവസായ കേന്ദ്രം പൂട്ടിപ്പോകുന്നു. ഇതൊന്നും കൂടാതെ ഒട്ടേറെ കെട്ടിടങ്ങൾ പണി പൂർത്തിയാകാതെ നിഷ്ക്രിയ ആസ്തിയായിട്ട് വേറെയും പലയിടങ്ങളിലായി കിടക്കുന്നു. കേരളത്തിൻ്റെ പണി പൂർത്തിയായതും ഉദ്ഘാടനം കഴിഞ്ഞവയും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതാണ് പത്തനംതിട്ട ചിറ്റാർ പഞ്ചായത്തിൽ 15 ലക്ഷം രൂപ ചിലവിട്ട ശബരിമല ഇടത്താവളം, ആലപ്പുഴ ചെന്നിത്തലയിൽ 14 ലക്ഷം രൂപ മുടക്കിയ മൃഗാശുപത്രി കെട്ടിടം, ആല പഞ്ചായത്തിൽ 12 ലക്ഷം രൂപയുടെ കമ്മ്യൂണിറ്റി ഹാൾ, എരുമേലിയിൽ 3 ലക്ഷത്തിൻ്റെ കാർഷിക വിജ്ഞാന കേന്ദ്രം, ചങ്ങനാശ്ശേരി നഗരസഭ 4 ലക്ഷം രൂപ മുടക്കിയ വനിതകളുടെയും കുട്ടികളുടെയും ലൈബ്രറി. ഇനി കൊച്ചിൻ കോർപ്പറേഷൻ്റെ 6.5 കോടിയുടെ കമ്മ്യൂണിറ്റി ഹാൾ, പാലക്കാട് പെരുവമ്പയിൽ 1,14,258 രൂപയുടെ കാർഷിക വിവര കേന്ദ്രം, വടക്കാഞ്ചേരിയിൽ 15 ലക്ഷത്തിൻ്റെ അയ്യങ്കാളി സ്മാരക ഹാൾ, കടമ്പഴിപ്പുറത്ത് 5 ലക്ഷം രൂപയുടെ കൃഷിഭവൻ തുടങ്ങി നിരവധി കെട്ടിടങ്ങളാണ് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ പൂട്ടിക്കിടക്കുന്നത് എന്നുള്ളതാണ്. പറയാൻ ഇനിയും ഒട്ടനവധിയുണ്ട് കേരളത്തിനെക്കുറിച്ച്. ഇങ്ങനെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്ന വനിതകൾക്കായിട്ട് നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ച പലതും പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. ഏകദേശം 90% പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. കെടുകാര്യസ്ഥത എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്നവരുടെ കെടുകാര്യസ്ഥത. വനിതാ സംരംഭകർക്ക് എന്തുകൊണ്ടാണ് ആ സംരംഭകർ തന്നെ ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? സാധാരണക്കാർ അവരുടെ ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പല പ്രവർത്തനങ്ങളും പലതരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും അടക്കമുള്ളവ പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം വനിതകളുടെ സ്വയം സംഭരണത്തിലൂടെ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത സംഭരണത്തിലൂടെ അവർക്ക് ലഭിക്കേണ്ട തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കണക്കുകളൊന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാകും. വനിതകൾ അവർ പാഴ്ജന്മങ്ങളായതല്ല, അവരെ അത്തരത്തിൽ പാഴ്ജന്മങ്ങളാക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയപ്പെടുന്നത് നോക്കുകുത്തിയായി മാറുന്നു. വളരെ മിടുക്കികളായ സംരംഭകരുള്ള വനിതാ സംരംഭകരുടെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഏത് തൊഴിലും ഇത്രയും കൃത്യത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന വനിതകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വനിതകളെ ഇങ്ങനെ നോക്കുകുത്തികളാക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇത്രയും കഴിവുകെട്ട ഒരു ഭരണം, നീതിയുക്തമല്ലാത്തൊരു ഭരണം,
വനിതകളെ ഇത്രയും വേദനിപ്പിച്ച ഒരു ഭരണം കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 8 വർഷം കൊണ്ട് പിണറായിയും പിണറായിയുടെ മന്ത്രിമാരും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്ന് പറയപ്പെടുന്നത് പറഞ്ഞറിയിക്കുന്നതിൽ പരം മറ്റൊന്നില്ല എന്ന് പറയട്ടെ. കാരണം അനുഭവിക്കുകയാണ് ജനങ്ങൾ. അത് ഈ സംരംഭകരാണെങ്കിലും ഒരു നേരത്തെ ജീവിതത്തിന് വേണ്ടി വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്ന സ്ത്രീകളാണെങ്കിലുമൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതങ്ങൾ മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും കെടുകാര്യസ്ഥതയുള്ളൊരു ഭരണം ഇനി ഈ കേരളത്തിൽ വേണോ എന്ന് ജനങ്ങൾ ചിന്തിക്കട്ടെ.